യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ചു. അതോർത്ത് ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു മാസം ഷുക്കെന്ന് പോയി. ഓരോ ദിവസവും ചെലവഴിക്കുമ്പോൾ കർത്താവിന് നന്ദി പറയണം. ഇന്ന് പ്രഭാതത്തിലും ഈ ദിവസം നമുക്ക് തന്നതിനായി നന്ദി പറയണം. നമ്മൾ പലപ്പോഴും പ്രയാസപ്പെട്ടിരിക്കുന്നത്, വറീഡാകുന്നത് അടുത്ത ആഴ്ചത്തെ കാര്യം, നാളെ കഴിഞ്ഞത്തെ കാര്യം, നാളത്തെ കാര്യം, അങ്ങനെ വിചാരപ്പെടുമ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്ക് നമ്മൾ മറന്നുപോവുക. നാളെ അതിനെക്കുറിച്ച് വിചാരപ്പെട്ടോളും എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ മറന്നുപോവുക. സോ ഇന്നത്തെ ദിവസം ദൈവം തന്നതിന് നന്ദി പറയണം. നന്ദി യേശുവേ, ഈ ദിവസം തന്നതിനായി നന്ദി. ഓരോ നിമിഷങ്ങൾ തരുന്നതിനായി നന്ദി. ഓരോ സെക്കൻഡ് തരുന്നതിനായി നന്ദി. അതുകൊണ്ടാണ് സങ്കീർത്തനം 91 അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവൻ എന്നൊക്കെ പറയുന്നതിൻ്റെ മുമ്പായി 90-12 തൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കി എഴുതിയ ആ സങ്കീർത്തനം വായിച്ച് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളുടെ ഓരോ ദിവസത്തെ എണ്ണാൻ ഞങ്ങളെ ഉപദേശിക്കണം. ഞങ്ങളുടെ ഒന്നുകൂടെ വായിക്കും. ജ്ഞാനമുള്ള ഹൃദയം ഇതിനെ എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിലും ലേഖനങ്ങളിൽ എഴുതുന്ന വാക്ക് സോബർ മൈൻഡഡ്. സോബർ മൈൻഡഡ് എന്ന് പറഞ്ഞാൽ സുബോധ മനസ്സ്, വെളിവുള്ള മനസ്സ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ സമാധാനത്തോടെ നടത്തുന്നത്, സമാധാനത്തോടെ ചിന്തിക്കാൻ. സോ ഓരോ ദിവസവും ജ്ഞാനമുള്ള ഹൃദയം, സോബർ മൈൻഡഡ്. അതിൻ്റെ കാരണം നമ്മുടെ മനസ്സിനകത്തായി യുദ്ധം നടക്കുന്നത്. ഈ രണ്ട് ചെവിയുടെ ഇടയിലാണ് യുദ്ധം ഇവിടെ നടക്കുന്നത്. ആ യുദ്ധത്തെ ജയിക്കാനുള്ള, ആ യുദ്ധത്തെ പ്രായോഗികമായി എങ്ങനെ ജയിക്കാമെന്ന് പറഞ്ഞു തരുന്ന ഉപദേശമാണ് ഈ വചനം. വരുവാനുള്ളവൻ വരും നിശ്ചയം. യേശു തിരിച്ചു വരും, അത് നിശ്ചയം. എന്നാൽ അതുവരെ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസത്തെ കെടുത്തുന്നതാണ് വിവേകമില്ലാത്ത മനുഷ്യർ, ഇൻടോക്സിക്കേറ്റഡ് മൈൻഡ്. ദൈവത്തിൻ്റെ വചനത്തിന് ഇൻ ലൈൻ നടക്കാത്തതിനെ, അതിനെ ദൈവവചനത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് ധ്യാനിക്കുകയും ആ പറഞ്ഞിരിക്കുന്നതേ നടക്കത്തുള്ളൂ, വേറെ ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന വിവേകമുള്ള മനസ്സ് ദിനംതോറും ദൈവത്തെ നന്ദി പറയും. രാവിലെയും പ്രാർത്ഥിക്കും, വൈകുന്നേരവും കർത്താവിനെ സ്തോത്രം ചെയ്യും. കാരണം പരിപൂർണ ബോധ്യത്തോടെയാണ് നടക്കുന്നത്. യേശുവാണ് കർത്താവ്. എൻ്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ
ദൂതന്മാരെ കൽപ്പിച്ചേക്കും. ഓരോ പ്രാവശ്യവും ഓരോ ചുവടുകൾ വെക്കുമ്പോഴും നന്ദി പറയണം യേശുവിനോട്. നന്ദി പറയണം. നമ്മുടെ റിപ്പബ്ലിക് ഡേ ആഘോഷങ്ങൾക്ക് വേണ്ടി ഭാരതം തയ്യാറാകും. വാസ്തവത്തിൽ ഇൻഡിപെൻഡൻസ് ഡേ 1947 ഭാരതം ഒത്തിരി ത്യാഗം സഹിച്ചും ഇൻഡിപെൻഡൻസ് 1947 പ്രാപിച്ചപ്പോൾ, അതാണ് ഓഗസ്റ്റ് 15 നമ്മൾ ആഘോഷിക്കുന്നത്. 3 വർഷത്തിന് ശേഷം 1950 സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷനോടെ ശ്രീ അംബേദ്കർജി, ബാബാ സാഹേബ് അംബേദ്കർജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ റിപ്പബ്ലിക്കായി, കോൺസ്റ്റിറ്റ്യൂഷൻ സ്വന്തം ഘടന എഴുതി 1950 ജാനുവരി 26 റിപ്പബ്ലിക് ഡേ ഓഫ് ഇന്ത്യ ഘോഷിക്കപ്പെടാം. ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ വായിച്ചത്. റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ ഇന്ത്യ ബിക്കംസ് എ റിപ്പബ്ലിക്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വന്തം കോൺസ്റ്റിറ്റ്യൂഷൻ 47 ഇൻഡിപെൻഡൻസ് പ്രാപിച്ചു. 1950 ജാനുവരി 26 സ്വന്തം ഭരണഘടന ഉണ്ടാക്കി, സ്വന്തം ഭരണത്തിലേക്ക്. അതിനകത്ത് ഒത്തിരി പേരുടെ കോൺട്രിബ്യൂഷനുണ്ട്. എന്നാൽ BR അംബേദ്കർജിയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡേൺ ഇന്ത്യയുടെ ആർക്കിടെക്ട്സ് ആയിട്ട് അവരെ വിളിക്കും. അതുകൊണ്ട് തന്നെയാണ് ജാനുവരി 26 ഇന്ത്യയിലെ ആർട്സും കൾച്ചറും വിവിധ മേഖലകളിൽ പ്രഗത്ഭന്മാർക്ക് പത്മ അവാർഡ്സ് കൊടുക്കുന്നത്. പത്മശ്രീ, പത്മഭൂഷൺ മുതലായ അവാർഡ്സും കൊടുക്കുന്ന ദിവസം ജാനുവരി 26 അത് ഡിക്ലെയർ ചെയ്യും. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് 133 36. സോ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, ഇതെല്ലാം ഭാരതം കൈവരിക്കുമ്പോൾ ഒരു നിമിഷം ഓർക്കണം നമ്മൾ എവിടുന്ന് എവിടെ വരെ എത്തി. 75 വർഷം സ്വന്തം ഭരണഘടന ഉണ്ടാക്കിയ, അതിൻ്റെ കീഴിലായിരുന്ന അതിൻ്റെ ശില്പികളെ ഓർക്കണം. നമ്മുടെ സ്വാതന്ത്ര്യം നിലനിർത്തണം. നമ്മുടെ ഓരോ കാര്യങ്ങളും അന്ന് എഴുതി വെച്ചതിൽ ചിലത് മാത്രം ചുരുക്കമേ മാറ്റം വരുത്തിയുള്ളൂ. ബാബാ സാഹേബ് അംബേദ്കർ പല വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹിസ് തോട്ട്സ്. അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാക്കാണ്, ഇഫ് യു ഡോണ്ട് നോ യോർ ഹിസ്റ്ററി, ഹൗ ക്യാൻ യു ബി എൻ ഹിസ്റ്ററി മേക്കർ? നമ്മുടെ ചരിത്രം നമുക്കറിയാമല്ലെങ്കിൽ ചരിത്രമുണ്ടാക്കുന്നവരായി നാം തീരത്തില്ല. ഇഫ് യു ഡോണ്ട് നോ അവർ ഹിസ്റ്ററി, ഹൗ ക്യാൻ വി മേക്ക് ഹിസ്റ്ററി? വീണ്ടും അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്ക്, തടവശാലയിൽ കിടക്കുന്ന ഒരു തടവക്കാരനെക്കാളും അധപതിച്ചതാണ് സ്വന്തം മനസ്സിന് തടവിലായിരിക്കുന്ന ഒരു വ്യക്തി. If your mind, the mind is a worse prison than a person who is a real prisoner. അതന്നെയാണല്ലോ നമ്മളിപ്പം ചിന്തിക്കാൻ പോകുന്നത്. സോ നാളെ
ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുമ്പോൾ രാവിലെയാണല്ലോ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു all of those who are watching in advance, one day in advance. Happy Republic Day. And also let us remember that 1950, 3 years later after the day of independence of August 15th, the architects of the constitutions, let us remember them. Let us remember all those who put in their heart to make the constitution as the first Republic Day on 1950, January the 26th, under Baba Saheb Ambedkar ji was read out, and our first Prime Minister. So I greet with my heart and desire that all those who are in Bharat will hold on to the Constitution and live under the Constitution as obedient citizens, because the word says that we must be submissive to all those who are in authority and the rules of the land. And that is why the Bible has much relevance to me, because it taught me how to be a better citizen of a nation. And I personally believe that if you don't love the nation that you can see and you are living in, how can you love a kingdom which you cannot see and which you are supposed to live in? So, from my heart, let us all remember all the architects who brought together the Constitution of India. And how can we ever forget Baba Saheb Ambedkar ji, who was heading to write down the Constitution of India. Great men who laid down their life and brought their ideals, the architects of what we are today. So, my greetings in advance. So, back to the word. നമുക്ക് ദൈവവചനത്തിലേക്ക് പോകാം. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ മീഡിയ ടീം ഇത് എഡിറ്റ് ചെയ്തോളൂ. And so they can take it as my greetings to all. നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെ വായിച്ചുകൊണ്ടിരുന്ന വചനം, നമ്മുടെ മനസ്സിന് ഇതിനെ ജയിക്കുന്നവൻ എന്നോട് കൂടെ വാഴും, എന്നോട് കൂടെ സിംഹാസനത്തിലിരിക്കും. സോ വാഴ്ചയുടെ ജീവിതവും യേശുക്രിസ്തുവുമായിട്ടുള്ള വാസവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. ഞാനിത് പറയുന്നത് എന്താ? സഭയോട് ദൈവം പറഞ്ഞ യേശു പറയുന്ന വാക്കാണത്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. നമ്മൾ സാധാരണ, ഞാൻ ഇന്നൊരു വ്യക്തിയായിട്ട് വർത്താനം പറഞ്ഞ സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഈ സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാക്കുകയും സഭയ്ക്ക് വിപരീതമായി സംസാരിക്കുകയും ചെയ്യുന്നവരുടെയൊക്കെ ഗതി നമ്മുടെ കണ്ണാലെ തന്നെ കാണാറില്ലേ? ഞാൻ വാസ്തവത്തിൽ മറുപടി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഇവിടെ കഷ്ടപ്പെടുന്നതാണ് നല്ലത്. കാരണം യേശു ഇല്ലാതെ എല്ലാം ഭരിച്ച് നല്ല ബെസ്റ്റായിട്ട് നടന്നിട്ട് നിത്യതയിൽ പോയി നിത്യമായ കഷ്ടപ്പാടിൽ പോകുന്നേക്കാളും നല്ലതാണ്. കാരണം നമ്മൾ പലപ്പോഴും ഈ ലോകത്തിലെ അച്ചീവ്മെന്റ്സ്, അത് കോർപ്പറേറ്റ് രീതിയാണ് ചിന്തിക്കാൻ. അതാണ് ലോകത്തിന്റെ ചിന്ത. യേശുവിൽ വിശ്വസിക്കുന്നവൻ ട്രൂ റിച്ചസ് ആൻഡ് ഓണർ ബിലോങ് ടു ഹിം. യഥാർത്ഥമായ സമ്പത്തും ബഹുമാനവും, സമ്പത്ത് മാത്രമല്ല, പൈസ ഉള്ളത് കൊണ്ട് ബഹുമാനം കിട്ടണമെന്ന് നിർബന്ധമില്ല. ലോകത്തിലെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സാമ്പത്തികമായും
വളരെ ഉയർന്നവർക്ക് കിട്ടുന്ന ബഹുമാനത്തെക്കാളും കൂടുതൽ ഒരു സുവിശേഷകന് കിട്ടും. ഒരു സുവിശേഷകന് കിട്ടും. സുവിശേഷകൻ തന്റെ വില വെച്ച വില അതിനെന്നാ നീ പറയണ്ടേ, വില കളയാതെ നിന്നാൽ, സുവിശേഷകൻ തന്റെ വില കളയാതെ നിന്നാൽ യഥാർത്ഥ സമ്പത്തും ബഹുമാനവും അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൽ നിന്നുള്ളത്. ഈ ഭൂമിയിൽ വെച്ച് യു ലുക്ക് അറ്റ് ദ വേൾഡ്, ടോട്ടൽ വേൾഡ്, ഉൽപ്പത്തി മുതൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെ അവസ്ഥകളും തുടങ്ങുമ്പോൾ ചിലപ്പം 0 ആയിരിക്കും, ഒരു കടുകുമണിയോളമായിരിക്കും. എന്നാൽ അത് ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ദർ ഇസ് നോ വേ യു ക്യാൻ ബി ഗോയിങ് ഡൗൺ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ഒരു ഗ്രാഫ് വരച്ചാൽ, നമ്മൾ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആ ഗ്രാഫിൽ മുകളിലോട്ട് തന്നെ ആയിരിക്കും, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ലോകം പറയുന്നത് ഒരു ഉയർച്ചയ്ക്ക് താഴ്ച ഉണ്ട്, സാരമില്ലെന്ന്. പക്ഷേ ദൈവവചനത്തിൽ അങ്ങനെ പറയാറില്ല, ഉയർച്ചയ്ക്ക് താഴ്ചയുണ്ടെന്ന്. ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. ഈ വർഷം പെസഹ മുതൽ ഈസ്റ്റർ വരെ കുമ്മനാട്ട് നമ്മുടെ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു, ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച തോറും, എല്ലാം വെള്ളിയാഴ്ചയും കോഴഞ്ചേരിയിൽ, ഇന്നലെ തോമസ് കുട്ടി ബ്രദറും അജു ബ്രദറും സൗരങ്ങളും എല്ലാവരും കൂടെ റെജി ബ്രദറിന്റെ കൂടെ കോഴഞ്ചേരിയിൽ കൂടി അതിനുവേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. 2 മാസം കൂടെ ഉണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 7 മുതൽ 10 വരെ, പെസഹ മുതൽ ഈസ്റ്റർ വരെ. കുമ്മനാട് കർത്താവ് അനുവദിച്ചാൽ നമ്മളൊരു മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഗ്രൗണ്ടുകളെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കും. സോ ഇവിടെ ഈ ലോകത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം സമ്പന്നന്മാരാക്കുന്നു, സമ്പന്നത തരുന്നു. അതിനോടുകൂടെ വേദനകളൊന്നും ചേർക്കുന്നില്ല, ടോയിലിംഗ് ചേർക്കുന്നില്ല. അതിന്റെ മൂലപദം വായിച്ചാൽ ലേബറിംഗ് പെയിൻ ചേർക്കുന്നില്ല. ഒരു സ്ത്രീ പ്രസവത്തിന്റെ വേദനിക്കുന്ന പോലെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഒരിക്കലും അവർക്ക് ടോയിലിംഗ് ഇല്ല. അത് ദൈവരാജ്യത്തിന്റെ തത്വം. സോ അതിനാണ് ഈ ലവോദിക്ക സഭയോട് ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നത്. ലവോദിക്ക സഭയോട് പറയാണ്, ജയിക്കുന്നവൻ എൻ്റെ കൂടെ സിംഹാസനത്തിലിരിക്കും. ജയിക്കുന്നവൻ എന്ന് പറയുന്നത് തണക്കാതെ തന്റെ വിശ്വാസം സൂക്ഷിക്കുന്നവർ. കാരണം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു. അപ്പം ആ വിശ്വാസത്താൽ ഉള്ള ജീവിതം വിശ്വാസ നായകനായ യേശുവിനോടൊപ്പം പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിലൂടെ അല്ലാതെ നടക്കത്തില്ല. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ ആദ്യമേ പറയുന്നത്, ഞാൻ വാതിൽക്ക് നിന്ന് മുട്ടുന്നു. ഇത് പൊതുജനത്തിനോടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഒരു പ്രഖ്യാപനമല്ല, സഭയോടാണ് പറയുന്നത്. സഭയെ വിളിച്ചിരിക്കുന്നത് തന്നെ വാഴാനാണ്. സഭയെ വിളിച്ചിരിക്കുന്നത് തന്നെ മറ്റുള്ളവർക്ക് ഉദാഹരണമായി തീരണം. ദൈവം ആരാന്ന് ഒരു വിഷ്വൽ സെർമണാ സഭ എന്ന് പറയുന്നത്. പ്രസംഗിക്കാത്ത, പൗലോസിന്റെ ഭാഷയെ പറഞ്ഞാൽ വായിക്കാവുന്ന പത്രങ്ങളാ നിങ്ങളും ഞാൻ. അധികാരത്തിലും സ്നേഹത്തിലും. ആ സ്നേഹത്തിന്റെയും ഡിഫിനിഷൻ വളരെ ക്ലിയറാണ് ബൈബിളിൽ. സ്നേഹം എന്ന് പറഞ്ഞാൽ, സൗമ്യത എന്നൊക്കെ പറഞ്ഞാൽ പാവം കളിച്ച് നടക്കുന്നതല്ല. പൗലോസ് തന്റെ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തിയിൽ എഫെസോസ് സഭയിൽ നിന്ന് പോകുന്ന മുമ്പേ പറഞ്ഞ ഒരു വാക്കുണ്ട്, കൊടിയ ചെന്നായ്ക്കളെ സൂക്ഷിച്ചോണം.
അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് കിടന്നുറങ്ങി ആയിക്കോ എന്ന് പറയുന്നതല്ല, ആടുകളെ സംരക്ഷിക്കുന്നതാണ്. അത് സ്നേഹത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ബിവെയർ ഓഫ് ഡോഗ്സ്, നായ്ക്കളെ സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞതല്ല, ഫിലിപ്പിയ ലേഖനത്തിന് എഴുതുക. കാര്യം അവര് സഭയ്ക്കകത്ത് അതിനെ കടിച്ച് കീറുന്നവർ. കാരണം സ്നേഹം തണുത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ മറക്കത്തില്ല. അപ്പൊ ഞാൻ സ്നേഹത്തിന്റെ ഡിഫിനേഷൻ വളരെ ക്ലിയർ. സ്നേഹം എന്ന് പറയുന്നത് ഉറങ്ങിക്കിടക്കുന്നതല്ല, ദൈവമെല്ലാം ചെയ്തോളും എന്ന് പറയുന്നതല്ല. സാധാരണഗതിയിൽ നമ്മുടെ വായിന്ന് വരുന്ന വാക്കുകളാണ് ഇതെല്ലാം. ദൈവം എല്ലാം ചെയ്തോളും. ദൈവം എല്ലാം ചെയ്യുമായിരുന്നെങ്കിൽ പിന്നെ നമ്മുടെ ആവശ്യമില്ല. എന്നാൽ നമ്മളിലൂടെ ചേർന്ന് നമ്മളിലൂടെയാ ദൈവം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കയറി ഒന്നും ചെയ്യുകയും വേണ്ട. അതും ഇതിന് എന്നാ പറയണ്ടേ, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇംഗ്ലീഷിലൊരു വാക്കുണ്ട്, ഹെയർ ലൈനാ, മുടിനാര് വ്യത്യാസമാണ്. ഇത് രണ്ടും തമ്മിൽ. മറ്റേത് ഞാൻ എന്തോ ചെയ്തു, അതൊരിക്കലും പാടില്ല. ഞാൻ സംതൃപ്തനാന്ന് പറഞ്ഞതാണ് ലൗകിക സഭയോട് പറയുന്നത്, നീ അരിഷ്ടനാണ്, എനിക്കൊന്നിന്റെ ആവശ്യമൊന്നുമില്ല, ആരുടെ ആവശ്യമില്ല. യേശു വെളിയില്ല. അപ്പം തിരിച്ച് യേശു കൂടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് യേശു എല്ലാം ചെയ്തോളൂ, ചെയ്യിപ്പിക്കാനായിട്ടുള്ള പരിജ്ഞാനം. അതാണ് നമ്മൾ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, വിവേകമുള്ള ഒരു മനസ്സെനിക്ക് തരണം, എന്റെ ദിനം തോറും ഓരോ ദിവസവും എണ്ണി ജീവിക്കുവാൻ. സോ എന്റെ കൂടെ ജയിക്കുന്നവൻ, എന്നോട് കൂടെ ഓവർകം ചെയ്യുന്നവൻ, ഈ ലോകത്തിന്റെ സിസ്റ്റങ്ങളെ ഓവർകം ചെയ്യുന്നവൻ അവന് എന്നോടുകൂടെ വാഴും. സോ ഇവിടെ എത്താനുള്ള കാരണം 2 കൊരിന്ത്യർ അതിന്റെ 6-ാം അധ്യായമാണ്. അവിടുന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം വളരെ എന്നാ പറയണ്ടേ, മഹത്വം നിറഞ്ഞ ഒരു ചാപ്റ്റർ. അത് 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത്. 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകത്തില്ല. എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉറപ്പുണ്ട് ഉള്ളിൽ. യേശു ക്രിസ്തുവിൽ ഒരുവൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരിക്കലും ഭയം വരത്തില്ല. He will be, the righteous are bold as a lion എന്ന് എഴുതിയിരിക്കുന്നത്. കാരണം he knows that with the help of the Holy Spirit he is walking in alignment with God. ഞാൻ ആ കാര്യങ്ങളിൽ ചില കാര്യങ്ങളിനകത്ത് ഞാൻ പറയും, ഇതിനകത്ത് ഇമോഷൻസ് ഒരു സ്ഥാനമില്ല. കാരണം ഇമോഷണൽ സ്ഥാനമില്ലെന്ന് പറയുമ്പോൾ നമ്മൾ സ്നേഹിക്കുന്നവരാണ്, പക്ഷെ ഒരു തിരുത്താവുന്ന അകൽച്ച എല്ലാവരോടുമുണ്ട്. അത് വരണമെങ്കിൽ നമ്മൾ എല്ലാവരോടും സ്നേഹിക്കുകയും വേണം, അപ്പോൾ തന്നെ തിരുത്താവുന്ന അകൽച്ച വേണം. ആരോടും നമുക്ക് ഒരു അമിതമായ അടുപ്പമില്ല. അപ്പൊ 2 കൊരിന്ത്യർ 6-ൽ വളരെ വ്യക്തമായി ആരംഭിക്കുന്നത് തന്നെ അങ്ങനെ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. 4-ാം അധ്യായം ഈ മഹത്വമേറിയ ചാപ്റ്റേഴ്സ് ഇതെല്ലാം. ഓരോ ചാപ്റ്ററിലും ഗ്ലോറിയുടെ ഒരു വര അങ്ങേയറ്റം വരെ പോകുന്നതാണ്. സോ 2 കൊരിന്ത്യർ അതിന്റെ 6, we then as workers together with him also plead with you. മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ എങ്ങനെയാണ്? 2 കൊരിന്ത്യർ 6:1, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. സഹപ്രവർത്തികളായ ഞങ്ങൾ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇവിടെ ദൈവത്തിന്റെ സഹപ്രവർത്തിക്കാരാണ്. പാർട്ട്ണർഷിപ്പ് വിത്ത് ഗോഡ്. ഞാൻ
ഞാൻ അല്പനേരം മുമ്പേ ഞാൻ പറയായിരുന്നു, ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരാളോട് പരിചയപ്പെടുന്നത് എല്ലാരെയും തന്നെ നമ്മൾ ആരെയും നിസ്സാരം എന്ന് കരുതാതെ എല്ലാരെയും നമ്മളെക്കാളും ശ്രേഷ്ഠമെന്നാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മുഴുവൻ എൻ്റെ മെസ്സേജസും ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു. എനിക്കറിയാവുന്ന ഒരു ശുശ്രൂഷകൻ ഇന്ത്യയിൽ തന്നെ 130 ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ മാത്രം. നിങ്ങൾക്ക് അറിയാവുന്ന എനിക്കറിഞ്ഞൂടാ, അറിയാമായിരിക്കും എന്നെക്കാളും. 1600 പരം ഭാഷകൾ, ഡയലക്ട്സ് ഉണ്ട് ഇന്ത്യയിൽ. അതാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഡൈവേഴ്സായി ഇന്ത്യ. അതുകൊണ്ടാണ് ഈ റിപ്പബ്ലിക് ദിനത്തിൽ 2025 റിപ്പബ്ലിക് ഡേയുടെ തീം തന്നെ സുവർണം ഭാരതം എന്ന് വെച്ചാൽ ഗോൾഡൻ ഭാരത്, റിച്ച് ഇൻ കൾച്ചർ. ഇന്ത്യയുടെ കൾച്ചറും ഇന്ത്യയുടെ വൺനെസ് ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ ഇറ്റ് ഈസ് അമേസിംഗ്. ഇറ്റ് ഈസ് അമേസിംഗ്. സോ വർഷങ്ങൾക്ക് മുമ്പേ ഒരു യുവാവ്, ഞാൻ എവിടെ പോയാലും മീറ്റിങ്ങിന് വരും, കോട്ടയത്ത് വരും, പേര് രാഹുൽ. അപ്പം ഗുജറാത്തിൽ കഴിഞ്ഞ മാസം ഞാൻ പോയ സമയത്ത്, കഴിഞ്ഞ മാസം എന്ന് പറയുന്നത് ഡിസംബറിലായിരുന്നു, നവംബറിലായിരുന്നു അല്ലേ, സമയങ്ങൾ പറക്കുക. ഡിസംബറിൽ, കാര്യം ക്രിസ്മസ് ഫെസ്റ്റിവലായിരുന്നു. നാഗ്പൂർ കഴിഞ്ഞ് നേരെ ഗുജറാത്തിൽ പോകാൻ. ഗുജറാത്തിൽ പോയ സമയത്ത് ആൾക്കൂട്ടം കണ്ടു. അവരെല്ലാവരും ക്രിസ്ത്യാനികളാണ്, ക്രൈസ്തവ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ അവരെ നയിക്കുന്നവരും അവരോട് ഇടപെട്ട് പകൽ മീറ്റിംഗിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസറും ഇങ്ങനെ ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നപ്പം ക്രിസ്തു അവരിൽ കണ്ടില്ല. അവർ ക്രൈസ്തവ മതത്തിന്റെ ഭാഗമാണ്. അതെന്നെ ഒത്തിരി സങ്കടപ്പെടുത്തി. ചിലര് ആരാണ് നിങ്ങളുടെ ദൈവം എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് റിലിജൻ എന്ന് പറയുന്നത്, മതം എന്ന് പറയുന്നത്, ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ആരോടാന്ന് ചോദിച്ചാൽ ഇന്നർ ചേംബർ കഴിഞ്ഞ 5 വർഷമായി കണ്ടുകൊണ്ടിരിക്കുന്നവരോട്. 2 ഡൈമെൻഷനുണ്ട്, ടെറസ്ട്രിയൽ ആൻഡ് സെലസ്റ്റിയൽ. 2 ഡൈമെൻഷനുണ്ട്. ഇനി വചനം അറിയാൻ മേലാത്ത, അല്ലെങ്കിൽ വചനം ഇതുവരെ ആ ഭാഗം വായിച്ചിട്ടില്ലാത്തവർ 1 കൊരിന്ത്യർ 15:40 വായിച്ചാൽ അറിയാം. 2 തലമുണ്ട്, സെലസ്റ്റിയലും ടെറസ്ട്രിയൽ, അല്ലെങ്കിൽ earthly ഓർ ഹെവൻലീസ്. ലോകത്തോട് അനുരൂപരാകരുത്, ദൈവരാജ്യത്തിലോട്ട്. അപ്പൊ ഈ രണ്ട് ഭാഗം അതെന്നെ എഴുതിയിരിക്കുന്നത്. സ്വർഗീയ ശരീരങ്ങൾ, സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്, ഭൗമ ശരീരങ്ങളും ഉണ്ട്, ടെറസ്ട്രിയൽ ബോഡീസ് ഉണ്ട്. നോക്കിക്കേ, സെലസ്റ്റിയൽ ബോഡീസ് ഉണ്ട്, സെലസ്റ്റിയൽ ബീയിങ്സ് ഉണ്ട്, ക്രീച്ചേഴ്സ് ഉണ്ട്, ഏഞ്ചൽസ് എല്ലാം സെലസ്റ്റിയൽ ബോഡീസ്. 2 ടെറസ്ട്രിയൽ ഉണ്ട്. ഈ ടെറസ്ട്രിയൽ സിസ്റ്റം ഉണ്ട്, സെലസ്റ്റിയൽ സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അതിനെ നമ്മൾ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയും. ഈ ടെറസ്ട്രിയൽ സിസ്റ്റത്തിനകത്താണ് ഈ പറയുന്ന റിലിജൻ. സെലസ്റ്റിയൽ സിസ്റ്റത്തിനകത്ത് ഒരേ ഒരു തോട്ടേ ഉള്ളൂ, സ്നേഹം. അതാണ് ദൈവം ആരാന്ന് ചോദിച്ചാൽ ദൈവം സ്നേഹമാകുന്നു. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച് സകലത്തിനും അത്യന്തം മീതെ, അതായത് ടോട്ടൽ ടെറസ്ട്രിയൽ ബോഡീസിൽ നിന്ന്, അവിടെ എഴുതി വച്ചിരിക്കുന്നത് വായിച്ച എഫീഷ്യർ 1:19,
it is far above your thought. And the moment you understand the terrestrial and the celestial system, or the natural and the spiritual realm, or the heavenly realm, your thought process totally changes. ഏതാ എടുക്കട്ടെ? എഫീഷ്യർ 1:19. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. പിന്നെ അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്തുഭാഗത്ത് അപ്പം ആ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചത് ടെറസ്ട്രിയൽ വേൾഡിൽ നിന്ന്. നൗ തന്റെ വായിച്ചു തന്റെ വലത്തുഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും തന്റെ വലത്തുഭാഗത്ത് എന്ന് പറയുന്നത് ഹെവൻലി റെലംസാ അല്ലെങ്കിൽ സെലസ്റ്റിയൽ റെലമാ. അതിന്റെ വ്യത്യാസം എന്താ? വായിച്ചു. എല്ലാം വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രം അല്ല എന്ന് പറയുന്ന ടെറസ്ട്രിയൽ സിസ്റ്റം മുഴുവൻ അണ്ടർ ദ സൺ എന്ന് കവർ ചെയ്യുന്നു. എന്നാൽ ചുരുക്കം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഈ സൂര്യന് കീഴെ ആണ് ഈ മഴയും കാലാവസ്ഥ ഇതെന്നൊക്കെ പറയുന്നതെല്ലാം സൂര്യന്റെ കീഴെ. അത് ഒരു പ്ലെയിൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മേഘത്തിന്റെ കീഴെ, മേഘം കഴിഞ്ഞ് മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ അവിടെ പകൽ സമയത്ത് നിങ്ങൾ സഞ്ചരിക്കുക. ഇവിടെ ഇങ്ങനെ കൂരിരുട്ട് പോലെ മേഘം, മഴ പെയ്യാൻ പോകുന്നു, കൊടുങ്കാറ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ആ പ്ലെയിൻ ഉയർന്ന് ആ മേഘത്തിന്റെ മേളിൽ ചെന്ന നല്ല സൂര്യപ്രകാശം. സോ അണ്ടർ ദി ഹെവൻലി റെലംസ്, ആ ഹെവൻലി റെൽം എന്ന് പറയുന്നത് പൗലോസ് പരിശുദ്ധാത്മാവിൽ 2 കൊരിന്ത്യർ 12 പറയുന്നു, 3-ാം സ്വർഗത്തോളം ഞാൻ എടുക്കപ്പെട്ടു. തേർഡ് ഹെവൻ. ഇപ്പൊ ഫസ്റ്റ് ഹെവൻ ഉണ്ട്, സെക്കൻഡ് ഹെവൻ ഉണ്ട്, തേർഡ് ഹെവൻ. You can assume if we are talking of number 3, there should be a number 2 and there should be a number 1. So എല്ലാ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കർത്തൃത്വങ്ങൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന. അപ്പോൾ ഹെവൻലി റെൽംസിലോട്ട് കയറുക. വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെ, ദാറ്റ് ഈസ് ബിയോണ്ട് ദ തേർഡ് ഹെവൻ. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനും മീതെ തലയാക്കി യേശുവിനെ ആക്കി എന്ന് പറയുമ്പോൾ ഗോഡ് which is love is far above this little thought of process. We cannot think about it. അതുകൊണ്ടാണ് എക്ലിയാസിസ് എന്ന് പറയുന്ന ചാപ്റ്റർ, എക്ലിയാസിസ് 3-ൽ പ്രധാനപ്പെട്ട ഒരു പദം പലപ്പോഴും ആൾക്കാർ മറന്നു പോയിട്ട് പറയും, എല്ലാത്തിനും ഒരു കാലമുണ്ട്. അല്ലേ? ഈ സാധാരണ പഴഞ്ചൊല്ലുകളിൽ എല്ലാം എല്ലാത്തിനും ഒരു സമയവും കാലവും ഒക്കെ ഉണ്ട്. സമയവും കാലവും എല്ലാം ടെറസ്ട്രിയൽ റെലമിലേ ഉള്ളൂ. വായിച്ചോ ഇനി സഭാപ്രസംഗി 3:1 മുതൽ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന്റെ കീഴെയാണ് എല്ലാത്തിനും ഒരു സമയം. വിതയ്ക്കാനൊരു സമയം, കൊയ്യാനൊരു സമയം, ചിരിക്കാനൊരു സമയം, കരയാനൊരു സമയം. നിങ്ങളും ഞാനും ശാരീരികമായ ആകാശത്തിന്റെ കീഴിലാണെങ്കിലും there is a celestial being beyond
ബിയോണ്ട് ദ ടെറസ്ട്രിയൽ റെലം. കാരണം അവനോട് കൂടെ എഫെസ്യർ 2:6-7 വായിച്ചാൽ നന്നായിരിക്കും, അല്ലെങ്കിൽ 7 മാത്രം വായിച്ചാലും നന്നായിരിക്കും. ഇത് മനസ്സിലാക്കണം, ഗ്രഹിക്കണം. ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ക്രിസ്തുയേശുവിന്റെ കൂടെ നമ്മുടെ കാര്യം പറയുന്നത്. ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അവനോടുകൂടെ സ്വർഗീയ സ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തി. മരിച്ചവരായ നമ്മളെ ജീവിപ്പിച്ച് ഉയർപ്പിച്ച് അവന്റെ വലത്ത് ഭാഗത്ത് 3 സ്റ്റേജസ് എന്ന് ഞാൻ പറയും. വൺ ഇസ് ലൈഫ് ഗിവിംഗ്, വിച്ച് ഇസ് ലൈഫ് വന്നു കഴിയുമ്പം കറപ്ഷൻസ് പോവും, നഷ്ടം എന്ന് പറയുന്ന സാധനങ്ങൾ പോവും. അത് കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേജാണ് ഉയർച്ച. ഉയർച്ച എന്ന് പറയുന്നത് ആർക്കും തടയാൻ പറ്റത്തില്ല. നിങ്ങളിലുള്ള പുനരുദ്ധാന ശക്തി ഉയർത്തും. പിന്നീട് മൂന്നാമത്തെ ഘട്ടമാണ് ഇരുത്തുക എന്ന് പറയുന്നത്. ഇരുത്തുക എന്ന് പറയുമ്പോൾ സർവബുദ്ധിയും കവിയുന്ന സമാധാനം. ഒത്തിരി അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ പിന്നീട് ഉള്ളിന്റെ ഉള്ളിൽ മനസ്സിലാകും, നിങ്ങളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലെ ഉള്ളവനേക്കാളും വലുതാണെന്നും നിങ്ങളുടെ ആയുഷ്കാലം ഒരു മനുഷ്യനോ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. It is beyond our imagination, beyond our thought. അതിന്റെ കാരണം ഈ ടെറസ്ട്രിയൽ സിസ്റ്റത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. നാമോ കാണാത്തതിനെ നോക്കുന്നു. അതാണ് കൊലോസ്യർ 3 സെറ്റ് യുവർ മൈൻഡ്. നമ്മുടെ മൈൻഡ് സെറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇരിക്കുന്നിടത്താണ്, അല്ലെങ്കിൽ ഇരുത്തിയിരിക്കുന്നിടത്താണ്. ഇരുത്തിയിരിക്കുന്നത് സ്വർഗീയ സ്ഥലങ്ങളാണ്. അവിടെ ഒരു ക്ഷാമവുമില്ല. ക്ഷാമമില്ലെങ്കിൽ ഒരു വറിയുമില്ല, ടെൻഷനില്ല. നാളത്തെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടണ്ട, നാളത്തെക്കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യണ്ട എന്നല്ല എഴുതിയിരിക്കുന്നത്. നാളത്തെക്കുറിച്ചും ഇന്നേക്ക് 5 വർഷം മുമ്പത്തെ വരാൻ പോകുന്ന ദിവസങ്ങളെ കുറിച്ച് വിചാരപ്പെടണ്ട, പക്ഷെ പദ്ധതി ഉണ്ടാക്കണം. ഇന്നേക്ക് മാർച്ച് 31 അകം എനിക്കൊരു പ്ലാൻ ഉണ്ട്. എന്റെ പ്ലാൻ എല്ലാം വ്യക്തിപരമായി എനിക്ക് വേണ്ടിയുള്ളതല്ല. ഹെവൻലി ഫീസ്റ്റ് എന്ന ദൈവസഭയ്ക്കും അതിനുവേണ്ടി 31 ഡിസംബറിന്റെ അകം ചെയ്ത് തീർക്കേണ്ട പ്ലാൻസ്, ഏപ്രിൽ 30 മുമ്പേ ചെയ്യേണ്ട പ്ലാൻസ്. ആ പ്ലാൻ ദൈവത്തിന്റെ പ്ലാൻ ആകണമെങ്കിൽ ഞാൻ ദൈവത്തിന്റെ മനസ്സുള്ളവനായി ദൈവവചനത്തിന് പ്രകാരം വേണം നടക്കുവാൻ. അതുകൊണ്ടാണ് ഈ യെശയ്യാ 55 നിങ്ങൾ അത് ശ്രദ്ധിച്ച് വായിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്തിനാ ഇതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒരു വീണ്ടും ജനിച്ച പുതിയ സൃഷ്ടിയായിരിക്കുന്ന ഒരു ദൈവ പൈതൽ നിസ്സാരമായ ഈ ലോകത്തിന്റെ ഒരു തത്വങ്ങളിലും കുടുങ്ങത്തില്ല, ഇടപെടത്തില്ലെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന മലയാളം ട്രാൻസ്ലേഷനിൽ. ഇടപെടാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെല്ലാ കാര്യങ്ങളിൽ ഇടപെട്ടേ പറ്റൂ, പക്ഷെ കുടുങ്ങത്തില്ല. ഇപ്പം ഒരു ഓർഗനൈസേഷൻ, ഹെവൻലി ഫീസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ച, ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷനകത്ത് പല കാര്യങ്ങൾ നടക്കും. കാര്യം എല്ലാവരും മനുഷ്യനാണ് ആ ചർച്ചിനകത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് വിചാരപ്പെട്ട് ഞാൻ ഇരിക്കത്തില്ല, കുടുങ്ങത്തില്ല. പറഞ്ഞു തീർന്നു, അടുത്ത വി ആർ ഗോയിങ് ഫോർവേഡ്. നെവർ ബി ഹൂക്ഡ് വിത്ത് the terrestrial system. Never be hooked with the terrestrial system.
ഞാൻ വായിച്ചേനി 55:9 വായിച്ചു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികൾ, എന്റെ വഴികളും മാനുഷിക വഴികളും ദൈവത്തിന്റെ വഴികളും മനുഷ്യന്റെ വഴികളും തമ്മിൽ, എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ എന്റെ വിചാരം തോട്ട് നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും. മഴ പെയ്യുമ്പോൾ അവിടേക്ക് മടങ്ങാതെ, ആ മഴ പെയ്ത് ബൗൺസ് ചെയ്ത് തിരിച്ച് മഴ പോവാറില്ല. ഭൂമി അത് എടുത്ത് വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ഏതാ ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത്? 3 പദങ്ങൾ അവിടെ ഉണ്ട്. ഒന്നുകൂടെ വായിച്ചേ. ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത്. ഇത് ഈ 3 പ്രക്രിയ ആരാ ചെയ്യുന്നേ? മുകളിൽ നിന്ന് പെയ്യുന്ന മഴ. അതുപോലെയാണ് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. ഈ വചനം നല്ല നിലത്തിൽ വീണാൽ അതിനെ നനച്ച് ഫലവത്താക്കി, 3 വാക്ക് ഇതൊക്കെയായിരുന്നു ഞാൻ. അതിനെ നനച്ച്, ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയ്ക്കും. ആ വിളവ് എത്രയായിരിക്കും? സാധ്യത 100 മേനി. അങ്ങനെയാകുന്നു എന്റെ വചനം എന്ന് പറഞ്ഞാൽ, നോക്കിയോ, എന്റെ വിചാരം അല്ല നിങ്ങളുടെ വിചാരം, എന്റെ വഴിയല്ല. അപ്പോൾ ദൈവത്തിന്റെ വിചാരവും വഴിയും എവിടെ ഉണ്ട്? എന്റെ വചനത്തിൽ. അഥവാ ദൈവത്തിന്റെ വചനത്തിനകത്ത്. ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ വായിന്ന് പുറപ്പെട്ട വാക്കും നമുക്ക് എഴുതി കിട്ടിയിരിക്കുന്നതുമായ ഈ വചനത്തിനകത്ത് നമ്മുടെ ജീവിതത്തിൽ വിതയ്ക്കാൻ വിത്തും തിന്മാൻ ആഹാരം തരാൻ തക്കവണ്ണം നമ്മുടെ മനസ്സാകുന്ന, ഹൃദയമാകുന്ന ആ നിലത്തിനെ നനച്ച് ഫലവത്താക്കി, ഫ്രൂട്ട്ഫുൾ ആക്കി, അതുമായി നല്ല ഫലം കായ്ക്കുന്ന നിലയിലാക്കി വിളയിക്കുന്നത് പോലെ എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനമായിരിക്കും. അത് വെറുതെ എന്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ ഹിതം നിങ്ങളെ കുറിച്ച് എന്താ? നന്മ, ഉയർച്ച, ആരോഗ്യം. ഈ വചനം നിങ്ങളുടെയും എന്റെ വായിന്ന് പുറപ്പെടുന്നതും ദൈവത്തിന്റെ വായിന്ന് പുറപ്പെടുന്നതും സെയിമാ. അതിന്റെ കാരണം നിങ്ങളും ഞാനും ക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ മക്കളായി മാറി. ദൈവത്തിന്റെ അവകാശിയും യേശുവിന്റെ കൂട്ടവകാശിയും. ഈ എന്നാ പറയണ്ടേ, ഈ വചനം കേട്ടിട്ട് അതിനെ നല്ല നിലത്തിൽ വീഴുന്നവനായി മാറുമ്പം യു കനോട്ട് ഇമാജിൻ ദ 100-fold ബ്ലെസ്സിങ് ദാറ്റ് ഈസ് ഇൻസൈഡ് ഓഫ് ഇറ്റ്. 100-fold. വായിച്ചോ 2 കൊരിന്ത്യരിനകത്ത്. ഇന്ന് ഞാൻ ഇത് പറയുന്നത് എന്താ? ഐ എം ടോക്കിംഗ് അബൌട്ട് ദ റിയാലിറ്റി ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ സൂപ്പർ നാച്ചുറൽ. ഇതെല്ലാം ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തിനാ? തന്റെ മണവാട്ടിയാകുന്ന സഭ, അല്ലെങ്കിൽ മക്കളാകുന്ന നിങ്ങൾ ഞാനും ഗ്ലോറി കാണിക്കുന്നവരാകണം. കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രതിബിംബിക്കുന്ന കണ്ണാടികളെ പോലെ. സോ എന്റെ ജീവിതത്തിൽ ഇത് പ്രതിബിംബിക്കുമ്പോൾ, ഈ കണ്ണാടിയെ പോലെ വിളങ്ങുമ്പോൾ
എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഇത് ചെയ്യാൻ കഴിവ് തരുന്ന, സകലതിനെ ചെയ്യാൻ കഴിവ് തരുന്ന ദൈവത്തിന് എല്ലാം മഹത്വം. സോ 2 കൊരിന്ത്യർ 6 ഈ എത്തിരിക്കുന്ന വചനം, നിങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുമ്പം അതിന്റെ വ്യാപ്തി ഒന്ന് ഓർത്തേ. കർത്താവ് അന്വേഷിച്ച് ഇവിടുന്ന് നമ്മൾ വീണ്ടും തുടങ്ങുന്നതായിരിക്കും. എനിക്കിത് കഴിഞ്ഞ ഉടനെ മീറ്റിംഗ് ഉണ്ട്. നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിനെ ആരൊക്കെയാണെന്ന് നോക്കാം. നാളെ കർത്താവ് അനുവദിച്ച് ദുബായ് സഭയിൽ റോണക്കായിരിക്കും ശുശ്രൂഷിക്കുന്നത്. കോട്ടയത്ത് തോമസ് കുട്ടി ബ്രദറും ബെന്നും സച്ചിനും ബെനി ബ്രദറൊക്കെ ഉണ്ട്. ഇന്ന് 25-ാം തീയതി ജാനുവരി, വിജയം ആർ സെലിബ്രേറ്റിംഗ് ഹെർ 69th ബർത്ത്ഡേ ടുഡേ. അരുൺ മോഹൻ, അനൂപ് മോഹൻ, അഖില മോഹൻ, മറിയപ്പള്ളി, കോട്ടയം. കർത്താവ് ധാരാളമായി വിജയമ്മ സിസ്റ്ററിനെ അനുഗ്രഹിക്കട്ടെ. മേഴ്സി എബ്രഹാം സെലിബ്രേറ്റിംഗ് ഹെർ ബർത്ത്ഡേ ടുഡേ. ഗോഡ് ബ്ലെസ് യു. രാജു എബ്രഹാം, സുജയ് എബ്രഹാം, ഹെമിലി ഫീസ്റ്റ്, മണ്ണാർക്കാട്. Cherian PC and Shiny Cherian celebrating their 27th wedding anniversary today. By Charlotte and Shirley, Heavenly Feast, Dubai. നമുക്ക് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വായിക്കാം. സ്റ്റാർസ് അയച്ചിരിക്കുന്ന രഞ്ജിത്ത് ബ്രദറിന് 777, ഗ്ലൂമോൻ ജോർജ് 222, സെനി ആൽബർട്ട് 151, അനു കെവിൻ 150, ബാബുരാജ് 1545, സുജിത് ഗംഗാധരൻ 100, അനി തോമസ് 100, സുനിത ഷാജു 99, കണ്ണൻ ലാൽ 99, സൂപ്പർ ചാറ്റ് ജെൻസി ജോൺ 1700. നമുക്ക് ഈ വിതച്ച ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ മഹത്വമേറിയ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്നും നൽകിയിരിക്കുന്ന ഓരോരുത്തരും അങ്ങയുടെ കയ്യിലാണ് നൽകിയിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന നിലയിൽ അങ്ങ് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ ഏത് ആഗ്രഹത്തോടെ വിതച്ചോ അത് കൊയ്തെടുക്കണം. അങ്ങയുടെ നന്മകളാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായ അസ്വസ്ഥതയുള്ളവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണം. പരിപൂർണ്ണ സൗഖ്യമാകട്ടെ. ഏതെങ്കിലുമൊക്കെ ആവശ്യത്തിൽ ഭാരപ്പെടുന്നവർ യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞങ്ങളുടെ വലിയ കരുണയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. കൃപയിലും കരുണയിലും സൂക്ഷിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മുമ്പിലിരുന്ന് ചായക്കപ്പ് നോക്കിക്കൊണ്ട് ഇതിനകത്തും ടെമ്പറേച്ചർ നോക്കാൻ കഴിവ് ഉണ്ടായിരുന്നെങ്കിൽ 6 മുമ്പേ തന്നെ കഴിക്കായിരുന്നു എന്ന് പറഞ്ഞതിന് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ മിഷൻ 8 ബില്യൺ സ്റ്റോറിൽ ഇതുപോലത്തെ ഫ്ലാസ്ക് ഉണ്ടെന്ന് എന്നോട് രാജേഷ് ബ്രദർ പറഞ്ഞു. രാജേഷ് ബ്രദർ 3 എണ്ണം വാങ്ങിച്ചു. വളരെ പ്രയോജനമാണ്. നമുക്ക് വണ്ടിയിൽ ഇത് വെച്ചുകൊണ്ട് പോകാം. മിഷൻ 8 ബില്യൺ എഴുതിയ ഇതിൻ്റെ അകത്ത് എന്താണ് ടെമ്പറേച്ചർ എന്ന് അതിനകത്ത് കാണാൻ പറ്റും. ആൻഡ് സോ ഇത് ടെമ്പറേച്ചർ ഡിസ്പ്ലേസ് ദ മഗ്സ് ഓൾറെഡി അവൈലബിൾ ഇൻ മിഷൻ 8 ബില്യൺ. സോ ഇന്ന് ഇതെല്ലാം പറയാൻ തുടങ്ങിയത് ഞാൻ രാഹുലിനെ കുറിച്ചാണ്. രാഹുൽ എന്ന യൗവനക്കാരൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോകുന്നിടത്തെല്ലാം വരും. അതിനുശേഷം ഞാൻ ഈ ഗുജറാത്തിലെ അനുഭവത്തിന് ശേഷം ഈ പഠിപ്പിക്കുന്ന വചനം എല്ലായിടത്തും എത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. അപ്പം ഇന്ത്യയിൽ ചെയ്യുന്ന ചുരുക്കം ചിലരുണ്ട്. ഒരാളുടെ പേര് രാഹുൽ എന്നാണ്, രാഹുൽ വർമ്മ. രാഹുൽ അത് ചെയ്യാൻ സാധ്യത കുറവ്, വളരെ തിരക്കാന്ന് പറഞ്ഞു. ഈ പേര് ഞാൻ കേട്ട ഉടനെ എൻ്റെ മനസ്സിൽ രാഹുൽ എന്ന യൗവനക്കാരൻ്റെ മോഹം എൻ്റെ മുമ്പിൽ വന്നു. ഞാൻ ജസ്റ്റിൻ ബ്രദറിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു രാഹുലുണ്ടോ, ഒന്ന് തപ്പാൻ പറഞ്ഞു. അങ്ങനെ ഇന്ന് ഞാൻ വിളിച്ചിട്ട് കുറേ നേരം മിണ്ടാതെ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, പപ്പ എനിക്ക് പപ്പയോട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഐ എം സോ എക്സൈറ്റഡ് ദാറ്റ് യു ഹാവ് ചോസൺ മീ ടു ബി എ പാർട്ട്ണർ ഓഫ് ദ മിഷൻ 8 ബില്യൺ.
സോ എന്നിട്ട് താൻ പറഞ്ഞു എൻ്റെ കൂടെ ശുശ്രൂഷിക്കാൻ എല്ലായിടത്തും വരികയും വെച്ചാൽ കൂടെ നടക്കുക. സോ ഞാൻ പറഞ്ഞു ഇനിയും എൻ്റെ കൂടെ നടക്കാതെ മടങ്ങി ബീഹാറിൽ പോയി അവിടെ ശുശ്രൂഷ ചെയ്യണം. അന്ന് ചെറിയ വിഷമമുണ്ടായി. പക്ഷെ താൻ പറഞ്ഞു ഇന്ന് എനിക്ക് മനസ്സിലായി അന്ന് എന്നെ തിരിച്ച് പറഞ്ഞു വിട്ടത് എന്തിനാ. ഞാനിപ്പോൾ ഇവിടുത്തെ ഒരു പാസ്റ്ററാണ്, നന്നായിട്ട് വേല നടക്കുന്നു. ഇത് മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്യാനായി എന്നെ മിഷൻ 8 ബില്യണിൽ പപ്പ ചേർത്തല്ലോ. അപ്പം ഞാൻ ഓർത്തു കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരാളെയും വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏൽപ്പിക്കാൻ. പക്ഷെ ഇതെൻ്റെ സ്പിരിച്വൽ സണ്ണാണ്. സോ ഐ സെഡ് ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. ഞാൻ പറഞ്ഞു ഹിന്ദി മാത്രമല്ല അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കുന്ന ഭോജ്പൂരിയിലും ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് നിശ്ചയം ചെയ്യും. ഓൾസോ ഐ ക്യാൻ ഡു മെനി തിങ്സ്. അതുപോലെ തന്നെ നാഗാഭാഷയിൽ നാഗാലാൻഡിലും പലരും ആർ റൈസിംഗ് അപ്പ്. ഈ വർഷം ആരംഭിക്കുന്ന മുമ്പേ ഇറ്റ് വിൽ ബി ദ ഹാർവെസ്റ്റ് ഓഫ് ദ സീഡ് ഓഫ് സീഡ്സ് എന്ന് അരുൺ എന്ന സ്പിരിച്വൽ സൺ ഉണ്ട് ഡൽഹിയിൽ. ഹി സെഡ് ആൻഡ് ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ദ സീഡ്സ് വിച്ച് ഐ സോഡ് ഇൻ ദ പ്രീവിയസ് ഇയർ, the seeds of the seeds are coming arising and we will see that harvest. So God bless you. വീണ്ടും നമുക്ക് കാണുമ്പോൾ കൂടുമ്പം നമുക്ക് 2 Corinthians 6 തന്നെ തുടങ്ങണം. And this is the keys which I am giving you for a prosperous life. Prosperous life does not mean wealthy life. Again I'll tell you, prosperity does not really mean a wealthy life. You can be very wealthy yet very poor. So we'll continue this topic. And April we were planning Delhi. We will shift it more because April is now packed. We will plan Mail Chhattisgarh, Bastar. Chhattisgarh in the Kananavar. You can talk to the pastors and I'm planning to come to Bastar, Chhattisgarh in May. So God bless you. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോലിക്ക് പോകുന്നവർ ധൈര്യത്തോടെ പോകണം. സ്വർഗീയ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് ഭൂമിയിൽ നടക്കണം. കിടന്നുറങ്ങാൻ പോകുന്നവർ സ്വർഗീയ സ്ഥലത്ത് യേശുവിനോടൊപ്പം നല്ല സുഖമായി കിടന്നുറങ്ങി നാളെ രാവിലെ ഭൂമിയിൽ വാഴാൻ ജീവിക്കുവാൻ എഴുന്നേൽക്കണം. God bless you.